കുഞ്ഞിനിങ്ങിതാ വാ മോളെ. മോളിപ്പോ ഒന്നും പറയണ്ട. തൽക്കാലം അകത്തുനിന്ന് റെസ്റ്റ് എടുക്ക്. മോളെ, ഇത് നിനക്കൂടെ അവകാശപ്പെട്ട വീടാ. അവിടെ നടന്നതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അല്പസമാധാനത്തിന് വേണ്ടിയാ അവൾ ഇങ്ങോട്ട് വന്നത്. അതിനെ നീ ഇല്ലാതാക്കല്ലേ മീരെ. മോൾക്ക് നല്ല ക്ഷീണമുണ്ട്. വാ വാ. അച്ചു, നീ ഇരിക്കേ. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ഞാൻ മോളെ കിടത്തിട്ട് വരാം. അച്ചു, നീ ഇരിക്കേ. നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു വാടക വീട്ടിലേക്ക് മാറണമെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിച്ചത്? അതായിരുന്നു ഇതിനേക്കാളും നല്ലത്. ഗർഭിണിയായ ഈ അവസ്ഥയിൽ എൻ്റെ മോളെയും കൊണ്ട് എനിക്കതിന് സാധിക്കില്ല. തൽക്കാലത്തേക്ക് കുറച്ചുനാൾ മീരെടുത്ത് എന്നെ സഹിച്ചേ പറ്റൂ. അവളെന്തിനാ സഹിക്കുന്നത്? ഇത് നിന്റെയും കൂടെ വീടല്ലേ? ഞാൻ വന്നു കയറിയവളല്ലേ. എനിക്കിതിൽ ഒരു അഭിപ്രായവും പറയാനില്ല. അല്ലെങ്കിലും പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? പൂച്ചയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ പോയി അച്ഛനെ കുടിക്കാൻ എന്തെങ്കിലും എടുത്തുണ്ടോ? എല്ലടി പറഞ്ഞു കേട്ടില്ലേ? അവിടെ നടന്നതല്ല ഞാൻ വിശദമായിട്ട് പറയാം. നീ ഇങ്ങ് വന്നല്ലോ, ഇനി അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഗർഭിണിയായ മകളെ സാധാരണ 7-ാം മാസത്തിലാണ് വിളിച്ചോണ്ട് വരുന്നത്. ഇതിപ്പോ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ കരുതുന്നുള്ളൂ. അതൊരു കണക്കിന് നന്നായി. നെല്ലിശ്ശേരിയിൽ നിന്നിരുന്നെങ്കിൽ നിന്റെ മാനസിക നില ആകെ തെറ്റിപ്പോയനെ. ഇനി നിന്റെ കാര്യം ഞങ്ങൾ നോക്കണം.